ഈ ചിത്രം നോക്കൂ. ഒരു വലിയ സമചതുരത്തിന്റെ ഒരു മൂലയിൽ നിന്ന് ചെറിയൊരു സമചതുരം മുറിച്ചു മാറ്റിയിരിക്കുന്നു. ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ വലിയ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കുറച്ചാൽ മതിയാകുമല്ലോ. വലിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആണല്ലോ. അതിനാൽ അതിന്റെ പരപ്പളവ് 5 സ്ക്വയർ ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അതുപോലെ ചെറിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ ആയതിനാൽ അതിന്റെ പരപ്പളവ് 3 സ്ക്വയർ ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അതിനാൽ ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അഥവാ 25 മൈനസ് 4 അഥവാ 21 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. മറ്റൊരു തരത്തിലും ഇത് കാണാം. ഇതിനെ 2 ചതുരങ്ങളായി ഭാഗിക്കാമല്ലോ. ഈ 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കൂട്ടിയാൽ ഇതിന്റെ മൊത്തം പരപ്പളവ് ലഭിക്കുമല്ലോ. ഇത് 3 സെന്റിമീറ്റർ ആയതിനാൽ ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അതിനാൽ ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഈ ചതുരത്തിന്റെ വശങ്ങൾ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആയതിനാൽ ഇതിന്റെ പരപ്പളവ് 5 ഗുണിക്കണം 3 അഥവാ 15 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അതുപോലെ ഇതിന്റെ വശങ്ങൾ 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആയതിനാൽ ഇതിന്റെ പരപ്പളവ് 2 ഗുണിക്കണം 3 അഥവാ 6 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അതിനാൽ ഇതിന്റെ ആകെ പരപ്പളവ് 5 ഗുണിക്കണം 3 പ്ലസ് 2 ഗുണിക്കണം 3 അഥവാ 15 പ്ലസ് 6 അഥവാ 21 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഇതിൽ 3 ഒരു പൊതുഘടകമാണല്ലോ. അതിനാൽ ഇതിനെ 5 പ്ലസ് 2 ഗുണിക്കണം 3 എന്ന് എഴുതാമല്ലോ. അതായത് ഇതിന്റെ പരപ്പളവ് 7 ഗുണിക്കണം 3 അഥവാ 21 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് ഇങ്ങനെയും കാണാമല്ലോ. ഇവിടെ 7ഉം 3ഉം ഗുണിച്ചപ്പോഴാണല്ലോ 21 കിട്ടിയത്. വശങ്ങൾ 7 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആയ ഒരു ചതുരത്തിന്റെ പരപ്പളവല്ലേ ഇത്. അപ്പോൾ ഇതിനെ വശങ്ങൾ 7 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററുമായ ഒരു ചതുരമാക്കി മാറ്റാൻ കഴിയുമോ? ഈ ചതുരം മുറിച്ചെടുത്ത് ഒന്ന് തിരിച്ച് ഇതുപോലെ വലിയ ചതുരത്തോട് ചേർത്ത് വെച്ചാൽ മതിയല്ലോ. ഇതിന്റെ പരപ്പളവ് നാം 2 തരത്തിൽ കണ്ടല്ലോ. ആദ്യം വലിയ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കുറച്ചു. ഇപ്പോൾ മുറിച്ചു മാറ്റിവെച്ച് ഒറ്റ ചതുരമാക്കി. 2 തരത്തിൽ കണ്ടാലും പരപ്പളവ് തുല്യമായിരിക്കുമല്ലോ. അതിനാൽ 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ സമം 7 ഗുണിക്കണം 3 ആയിരിക്കുമല്ലോ. ഇടതുവശത്തുള്ള 5ഉം 2ഉം വലതുവശത്തുള്ള 7ഉം 3ഉം തമ്മിൽ എന്താണ് ബന്ധം? 7 സമം 5 പ്ലസ് 2 ആണല്ലോ. അതുപോലെ 3 എന്നത് 5 മൈനസ് 2 ആണല്ലോ. അതിനാൽ 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ സമം 5 പ്ലസ് 2 ഗുണിക്കണം 5 മൈനസ് 2 എന്ന് പറയാമല്ലോ. ഏത് 2 സംഖ്യകൾ എടുത്താലും ഇതുപോലെ വർഗങ്ങളുടെ വ്യത്യാസം തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലമാകുമോ? വശങ്ങളുടെ നീളം x ആയ സമചതുരത്തിൽ നിന്ന് വശങ്ങളുടെ നീളം y ആയ സമചതുരം മുറിച്ചു മാറ്റി നോക്കാം. ബാക്കിയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് വലിയ സമചതുരത്തിന്റെ പരപ്പളവ് മൈനസ് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ x സ്ക്വയർ മൈനസ് y സ്ക്വയർ ആയിരിക്കുമല്ലോ. ഇതാണല്ലോ ബാക്കിയുള്ള ഭാഗം. നേരത്തെ ചെയ്തതുപോലെ മുകളിൽ നിന്ന് ഒരു ചതുരം മുറിച്ച് വലതുവശത്ത് ചേർത്ത് വെക്കാം. ഈ നീളം എന്തായിരിക്കും? x പ്ലസ് y അല്ലേ? ഇത് x മൈനസ് y ആണല്ലോ. അതിനാൽ ഈ ചതുരത്തിന്റെ പരപ്പളവ് x പ്ലസ് y ഗുണിക്കണം x മൈനസ് y ആയിരിക്കുമല്ലോ. ഒരേ രൂപത്തിന്റെ പരപ്പളവാണ് 2 രീതിയിൽ കണ്ടത്. അതിനാൽ അവ തുല്യമായിരിക്കുമല്ലോ. അതായത് x സ്ക്വയർ മൈനസ് y സ്ക്വയർ സമം x പ്ലസ് y ഗുണിക്കണം x മൈനസ് y ആയിരിക്കുമല്ലോ. ഇനി ഇതൊരു പൊതുതത്വമായി എഴുതാമല്ലോ. അതായത് x, y ഏത് സംഖ്യകളായാലും
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഗുണിക്കണം എക്സ് മൈനസ് വൈ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലമാണ്. രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം കാണാൻ ഇത് ഉപയോഗിക്കാം. ഉദാഹരണമായി 68ന്റെ വർഗത്തിൽ നിന്ന് 32ന്റെ വർഗം കുറക്കണമെന്ന് കരുതുക. ഇതിനെ 68 പ്ലസ് 32 ഗുണിക്കണം 68 മൈനസ് 32 എന്ന് എഴുതാമല്ലോ. 68ഉം 32ഉം കൂട്ടിയാൽ 100 കിട്ടും. 68ൽ നിന്ന് 32 കുറച്ചാലോ 36 ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ 100 ഗുണിക്കണം 36 അഥവാ 3600 എന്ന് എഴുതാം. അതായത് 68ന്റെ വർഗത്തിൽ നിന്ന് 32ന്റെ വർഗം കുറച്ചാൽ 3600 കിട്ടും. ഇതുപോലെ കൂടുതൽ സംഖ്യകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ.